എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം തൃക്കാർത്തികയായിരുന്നല്ലോ. ദീപാവലിക്ക് സമാനമായ ആഘോഷമാണിതല്ലേ. പ്രകാശത്തിൻ്റെ ഉത്സവം, മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന ദിവസമാണിതെന്നും വിശ്വാസമുണ്ട്. അപ്പോൾ തൃക്കാർത്തിക ദിവസത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വൈകുന്നേരമൊക്കെ ആയപ്പോൾ മക്കൾ മൺചിരാതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മക്കൾക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സിറ്റ് ഔട്ടൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. തൃക്കാർത്തിക ഐതിഹ്യത്തിൽ പ്രധാനമായും 2 വിശ്വാസങ്ങൾ നിലവിലുണ്ട്. ഒന്ന് ദേവി പാർവതി കാർത്യായനിയായി അവതരിച്ച ദിവസവും മറ്റൊന്ന് സുബ്രഹ്മണ്യനെ 6 കൃതികമാർ വളർത്തിയ ശേഷം പാർവതീദേവി ഒരൊറ്റ രൂപത്തിലാക്കിയ ദിവസവുമാണ് തൃക്കാർത്തിക എന്ന് പറയുന്നത്. ഈ ദിവസം വീടുകളിലും ക്ഷേത്രങ്ങളിലും ദീപങ്ങൾ തെളിയിച്ച് ഐശ്വര്യത്തിനും ദുരിതമുക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ പ്രാധാന്യം തൃക്കാർത്തികയ്ക്കുണ്ട്. ഭഗവാൻ സുബ്രഹ്മണ്യൻ ശരവണപ്പൊയ്കയിൽ അവതരിച്ച ദിവസമായും ഈ ദിവസം കണക്കാക്കുന്നു. ത്രിപുരരെ വധിച്ചു വരുന്ന പരമശിവനെ പാർവതീദേവി ദീപം കൊളുത്തി സ്വീകരിച്ച ദിവസമാണ് എന്ന കഥയും ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഹാളും നമ്മുടെ സിറ്റ് ഔട്ടുമൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ശേഷം പൂജാമുറിയിൽ നിന്ന് വിളക്കൊക്കെ എടുത്ത് വിളക്കൊക്കെ തേച്ച് വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ അപ്പോഴാണ് മോനും കൂടി കഴുകിത്തരാമെന്ന് പറഞ്ഞത് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ വിളക്ക് കഴുകാൻ വേണ്ടി പുതിയ വിമ്മിൻ്റെ ലിക്വിഡ് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അവൻ ആദ്യം അത് ഉദ്ഘാടനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവനും കൂടി വന്ന് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ 3 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും മോൻ്റെ അടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കേട്ടോ. എന്തൊക്കെയായാലും അവനും കൂടി കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയൊക്കെ സഹായിച്ചത് കൊണ്ട് ആ ജോലി പെട്ടെന്നായി കേട്ടോ. മക്കളും കൂടി നമുക്കൊപ്പം കൂടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം അല്ലേ. എൻ്റെ മക്കൾക്ക് ഇതൊക്കെ ഇടയ്ക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളൊന്നിനും നിർബന്ധിക്കാറൊന്നുമില്ല. അവർക്ക് വളരെ ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. അടുക്കളയിലായാലും വന്ന് ദോശ ചുടാനായാലും എല്ലാത്തിനും അവർക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ ഹാളും വീടെല്ലാം മോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോപ്പിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും മക്കളൊക്കെ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഞങ്ങൾ വിളക്ക് വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്രാവശ്യത്തെ വിളക്ക് എല്ലാം വയ്ക്കുന്നത് മോനാണ്. അവൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് അവൻ വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനാണ് ഈ പ്രാവശ്യത്തെ വിളക്കൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ തൃക്കാർത്തിക എങ്ങനെയായിരുന്നു? എല്ലാവരും വിളക്കൊക്കെ ഒരുക്കിയോ, വിളക്കൊക്കെ വെച്ചോ, എങ്ങനെയായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ കൊളുത്തി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മക്കളെല്ലാം ഇരുന്നത് വിളക്കൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോൻ വളരെ നല്ല രീതിയിൽ ഇപ്രാവശ്യം മൺചിരാതൊക്കെ എടുത്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ഒരുക്കി കത്തിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൺചിരാത് തികയാതെ വന്ന സ്ഥലത്ത് ഞങ്ങൾ മെഴുകുതിരിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തൃക്കാർത്തിക എങ്ങനെയായിരുന്നു എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.